അള്ളാന്റെ റസൂല് വഫാത്തിന്റെ ശക്തമായ പനിയുണ്ട്, രോഗമുണ്ട്, എന്നിട്ട് പോലും അവിടുത്തെ മഗ്‌രിബിൽ ഓതിയ സൂറത്ത് ഏതാ? വൽ മുർസലാത്തി ഉർഫ. 1.5 പേജോളുണ്ട്, 50ഓളം ആയത്തുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ ആദ്യത്തെ റക്അത്തിൽ ഓതിയ സൂറത്ത്. നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മൾ സാധാരണ പറയും മഗ്‌രിബ് നിസ്കാരത്തിന് ചെറിയ സൂറത്ത്, ഇശായിന് വലിയ സൂറത്ത്. വലുത് പറഞ്ഞെന്താ? 1/2 പേജ് അല്ലെങ്കിൽ 1 പേജ് ഓതിയ നമ്മുടെ കണക്കിൽ അത് വലിയ സൂറത്തായി അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നോക്ക്. നമ്മൾ ന്യായം പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങൾക്ക് പ്രയാസാവുന്ന രീതിയിൽ സുദീർഘമായി ഖുർആൻ ഓതിയ ഒരാളെ അള്ളാഹുവിന്റെ റസൂൽ ശകാരിച്ചിട്ടില്ലേ? ഉണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് 1-2 പേജൊന്നല്ല അല്ലേ? ഒരു ജുസും കഴിഞ്ഞ് അതിനപ്പുറം ഓതിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അതിനെതിരെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ 1 പേജോ 2 പേജോ ഓതുന്ന വിഷയമല്ല. മഗ്‌രിബ് നമസ്കാരത്തിന് 1 പേജ് ഓതി എന്ന് വിചാരിച്ച് അതിനെ കൊലവിളി കൂട്ടാനൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ വഫാത്തിന്റെ രംഗത്തിൽ പോലും ഓതിയ സൂറത്ത് വൽ മുർസലാത്തി ഉർഫ, അവസാനമായി നേതൃത്വം കൊടുത്ത നമസ്കാരം അതാണ്. പിന്നീടോ അള്ളാഹുവിന്റെ പ്രവാചകനിതാ പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അവിടെ നിതാ അടുത്ത വക്തില് പ്രവാചകന് പോകാൻ കഴിയുന്നില്ല. ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, എനിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ എന്ന് പറയുമ്പോ ആയിഷ ബീവി പറയുന്നു, നബിയേ, അങ്ങില്ലാത്ത മിഹ്റാബിൽ എന്റെ പിതാവിന് ഇമാമ നിൽക്കാൻ കഴിയൂല്ല നബിയേ, അങ്ങില്ലാത്ത മിഹ്റാബിൽ എന്റെ പിതാവിന് ഇമാമ നിൽക്കാൻ കഴിയൂല്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ സ്ത്രീകളെ പോലെ ഒഴികഴിവ് പറയുന്ന സ്ത്രീകളായി നിങ്ങൾ മാറല്ല ആയിഷ. ആയിഷ ബീ പറയുന്നു, നബി, അങ്ങില്ലാത്ത മിഹ്റാബിൽ എന്റെ വാപ്പയെങ്ങാനും ഇമാമ നിന്നാ അദ്ദേഹത്തിന്റെ തേങ്ങൽ കൊണ്ട് മഅ്മൂമിന്റെ ഖിറാഅത്ത് കേൾക്കാൻ പോലും കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ നിൽക്കാൻ പറയുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിതാ പള്ളിയിലേക്ക് ഓടിയിട്ട് പറയുകയാണ്, അറിഞ്ഞോ അല്ലാഹുവിന്റെ റസൂല് വരൂല എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ വരില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ മസ്ജിദുൻ നബവിയുടെ അകത്തളമിതാ ദുഃഖമുഖരിതമായി മാറുകയാ. അതങ്ങ് ദുഃഖമുഖരിതമായി മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരൂല എന്ന് പറയുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ആദ്യത്തെ ജമാഅത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുക. വളരെ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ അകത്തളം മുഴുവനും ദുഃഖമുഖരിതമായി പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ വരൂല്ല എന്ന് പറഞ്ഞത് പോലും സഹാബത്തിന്റെ മനസ്സിനെ ദുഃഖത്തിലാഴ്ത്തുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനിതാ രോഗത്തിനൊരു ശമനമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാ, ഏത് അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാ പള്ളിയിലേക്ക് പോകാതിരുന്നത് എന്ന് മനസ്സിലാക്കാൻ, എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസ്ഥയൊന്ന് നോക്കണേ. പ്രവാചകൻ ഇതാ രോഗത്തിനൊരു കുറവുണ്ടെന്ന് തോന്നിയപ്പോ റസൂലുള്ള പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാ. പ്രവാചകൻ ഇതാ പോകാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. റസൂലുള്ള വരുന്നു എന്ന വാർത്ത കേട്ടപ്പോ സ്വഹാബത്ത് അത്യധികം ആനന്ദിക്കുകയാണ്. അവർക്ക് വലിയ സന്തോഷമായി. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിരാ പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ
അല്ലാഹുവിന്റെ റസൂലിന് കഴിയുന്നില്ല. പ്രവാചകൻ അങ്ങ് ബോധരഹിതനായി നിലത്ത് വീഴുകയാണ്. പിന്നീട് ബോധം വന്ന റസൂലുള്ള ചോദിക്കുന്നു, ആയിഷ അവര് നമസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയെ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പോകാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ബോധം നഷ്ടപ്പെട്ട് താഴെ വീഴുകയാണ്. പിന്നീട് ബോധം വരുമ്പോ റസൂലുള്ളാഹി ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുന്നു, ആയിഷ അവര് നമസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയെ, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ പലതവണ ബോധരഹിതനായി വീണ പ്രവാചകനുണ്ടല്ലോ. അവസാനം ഇതാ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ അങ്ങ് മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു പോകുമ്പോ അവിടുന്ന് സ്വഹാബാക്കൾ പറയാ, അള്ളാഹിന്റെ പ്രവാചകനെ കൊണ്ടുപോകുമ്പോ റസൂലുള്ളാഹിന്റെ കാല് പോലും പൊന്തിച്ചു വെക്കാൻ കഴിയാതെ പ്രവാചകനെ വലിച്ചു കൊണ്ടുപോയ സ്ഥാനങ്ങളിലോട് 2 കനാലുകൾ അവിടെ കാണാമായിരുന്നു എന്ന് പോലും സ്വഹാബാക്കൾ ഉദ്ധരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കാല് നിലത്ത് നിന്ന് പൊന്തുന്നില്ല. അള്ളാഹിന്റെ പ്രവാചകനെ വലിച്ചു കൊണ്ടുപോയ സ്ഥാനങ്ങളിലോട് 2 കനാലുകൾ അവിടെ കാണാമായിരുന്നു എന്ന് സ്വഹാബാക്കൾ ഉദ്ധരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ കടന്നു വരുന്നത് കണ്ടപ്പോ മിഹ്റാബില് നായകത്വം കൊടുക്കാൻ വേണ്ടി നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് പുറകോട്ട് മാറുകയാ. റസൂലുള്ള കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, അവിടെ തന്നെ നിന്നോ, അവിടെ തന്നെ നിന്നോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ആംഗ്യം കാണിക്കുമ്പോ എന്നിട്ട് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടായി പറയാ, എന്നെ അബൂബക്കറിന്റെ ഇടതുഭാഗത്ത് നിങ്ങളൊന്ന് ഇരുത്തിത്തരണേ. റസൂലുള്ളാഹിക്ക് നിന്ന് നമസ്കരിക്കാൻ വയ്യ, അബൂബക്കറിന്റെ ഇടതുഭാഗത്ത് എന്നെ നിങ്ങൾ ഒന്ന് ഇരുത്തിത്തരണേ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇടതുഭാഗത്തെ പ്രവാചകൻ ഇരിക്കുകയാണ്. റസൂലുള്ളാഹിനെ പിൻപറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്ന് നമസ്കരിക്കുകയാണ്. മറ്റുള്ള സ്വഹാബാക്കൾ ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റി നമസ്കരിക്കുകയാണ്. എങ്ങനെയാ ഇരുന്ന് നമസ്കരിക്കുക? അള്ളാഹിന്റെ പ്രവാചകൻ കാണിച്ചു കൊടുക്കുകയാ. അവിടുന്ന് റസൂലുള്ള നായകത്വം കൊടുക്കുമ്പോ റസൂലുള്ളാഹിനെ പിൻപറ്റി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റിക്കൊണ്ട സകലമാന സ്വഹാബാക്കളും നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതൊരു ളുഹറിന്റെ ജമാഅത്താ. പിന്നെ അള്ളാഹിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് ഇതാ നമസ്കരിക്കാനായി പോകാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ സാഹചര്യം നിങ്ങൾ ഓർത്തു പോയോ? സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കുമ്പോ ബോധരഹിതനായി തലകറങ്ങി നിലത്ത് വീഴുന്ന പ്രവാചകനാണോ? എന്നിട്ട് പോലും പള്ളിയിലേക്ക് പോകല് ഒഴിവാക്കിയിട്ടില്ല. എന്നുണ്ടെങ്കിലും ആലോചിച്ചോ, ചെറിയൊരു പനി വന്നു കഴിഞ്ഞാ ചെറിയൊരു രോഗത്തിന്റെ പേര് പറഞ്ഞിട്ടോ അതല്ല എങ്കിൽ ഒരു ചാറ്റൽ മഴയുടെ പേര് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകാതെ വീട്ടിലൂടെ നമസ്കരിക്കുന്നവര് അല്ലാഹുവിന്റെ ഹബീബിന്റെ പാഠമിതാ. നിസ്സാരമായി എന്തെങ്കിലും ഒന്ന് ബാധിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും പള്ളിയിലേക്കില്ല, അല്ലെങ്കിൽ എന്തിനാ പള്ളി പോയില്ലെങ്കിലും വീട്ടിൽ നിസ്കരിച്ചാലെങ്കിലും പോരെ, ഒറ്റക്ക് നിസ്കരിച്ചാലും പോരെ എന്നൊക്കെ ചോദിക്കുന്നവരോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ലഖദ് ഹമംതു അന്നാമുറ ബിഹതബിൻ, ഒരു കെട്ട് വിറക് കൊണ്ടുവരാൻ കൽപ്പിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്തിനാണ് ഒരു കെട്ട് വിറകെന്നറിയോ? ഒരാളോട് ജനങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി വിളിക്കുവാനോ, ഒരാളോട് ഇമാമായി നിൽക്കുവാനോ, എന്നിട്ട് പള്ളിയിലേക്ക് വരാത്ത ആളുകളുണ്ടെങ്കിലോ അവരുടെ വീട് മുഴുവനും തീയിട്ട് കരിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുവെങ്കിലോ, പ്രിയമുള്ളവരെ, ലോക
ലോകർക്കുള്ള പാഠമാ. വെറും വാക്കിലൂടെ മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് വരച്ചു കാണിക്കുകയാണ്. രോഗത്തിന്റെ അത്രമാത്രം കഠിനമായ പ്രയാസമുണ്ടാകുമ്പോഴോ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് പോയില്ലേ? അവിടുന്ന് ഇതാ സഹാബത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയാണ്. പിന്നീട് പ്രവാചകനെ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതാ ചരിത്രങ്ങളിലൂടെ കാണാലോ, വളരെ നിർണായകമായൊരു ഘട്ടം. അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ കിടപ്പാൻ, മസ്ജിദുൻ നബവിയോട് ചേർന്നിട്ടാണ് റസൂലുള്ളാഹിന്റെ വീട്. ആ വീട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പോകാൻ കഴിയുന്നില്ല. അവിടുന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി, നോക്കണേ പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ റസൂലിനെ പരിചരിച്ചുകൊണ്ട് കഴിയ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശക്തമായ രോഗത്തെക്കുറിച്ച് പറയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാ കടിച്ചിറക്കാൻ കഴിയാത്ത വേദന വരുമ്പോ അള്ളാഹിന്റെ പ്രവാചകൻ ഇതാ മുഅവ്വിദതൈനി സൂറത്തുകൾ ഓതി ശരീരം തടവുകയാണ്. എന്നാൽ ആയിഷ ബീവി പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ രോഗം ഇങ്ങ് കഠിനമായപ്പോ പ്രവാചകന് സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വന്നപ്പോ ഞാൻ ആ സൂറത്തുകൾ ഓതി റസൂലുള്ളാഹിന്റെ കൈകളിലോതി അള്ളാഹിന്റെ പ്രവാചകന്റെ ശരീരം തടവിക്കൊടുക്കാറുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ കൈക്കുള്ള ബറക്കത്ത് ഒരിക്കലും എന്റെ കൈക്കില്ലല്ലോ. ആയിഷ ബീവി പറയാ, റസൂലിന് നല്ല കഠിനമായ വേദന വരുമ്പോ എന്ത് ചെയ്യും? മുഅവ്വിദതൈനി സൂറത്തുകൾ ഓതി കൈകളിലോതി ശരീരം തടവാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വന്നപ്പോ ഞാൻ ഈ സമയത്ത് ഈ സൂറത്തുകൾ ഓതി റസൂലുള്ളാഹിന്റെ കൈകളിലോതി അവിടുന്ന് പ്രവാചകന്റെ കൈ കൊണ്ട് തന്നെ ശരീരം ഞാൻ തടവി കൊടുക്കും. കാരണം റസൂലുള്ളാഹിന്റെ കൈയിന്റെ ബർക്കത്ത് ഒരിക്കലും എന്റെ കൈക്കില്ലല്ലോ എന്ന് ആയിഷ ബീവി. അപ്പൊ നിങ്ങൾ അതിലേക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ, ഒരു കാലത്തൊന്നും മുജാഹിദുകൾക്ക് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ കൊണ്ടുവരാനും അല്ല? പ്രിയമുള്ളവരെ, 1974 കുണ്ടുതോട് വെച്ച് നമ്മൾ സമസ്തക്കാരുമായി സംവാദം നടത്തിയപ്പോ അവിടെ നമ്മൾ വ്യവസ്ഥയാക്കിയതാണ്. നമ്മൾ പറയുന്ന ഇസ്ലാമിൽ മന്ത്രമില്ല എന്നല്ല, വാരിദായ ദിക്റുകളെ കൊണ്ട് ഖുർആനിന്റെ വചനങ്ങളെ കൊണ്ടൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ നമുക്ക് മന്ത്രിക്കാവുന്നതാണ്. പക്ഷെ മന്ത്രവാദമില്ല, മന്ത്രിച്ചു കെട്ടലില്ല, അവിടെയാണ് പ്രശ്നം. അല്ലാതെ മന്ത്രത്തെ നമ്മൾ എതിർത്തിട്ടില്ല. നോക്ക്, അല്ലേ ഹുദൈഫ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം, അന്നഹു ദഖല അലാ മരീദ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോ വലമിസലദഹു, ആ രോഗിയുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ തടവുകയാണോ. ഫൈദാ ഫീ ഖൈത്തുൻ, കയ്യിൽ ഒരു ചരട് കാണുകയാണോ. കാലാവിടെന്ന് ചോദിക്കുന്നു, മാഹാദാ, ഈ ചരടെന്താണെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ശൈഉൻ റുഖിയ ലീ ഫീഹി, ഇതിലെനിക്ക് രോഗശമനമുണ്ട്, അതിനു വേണ്ടി ഞാൻ മന്ത്രിച്ചു കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോ ഫഖതഅഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു അത് പൊട്ടിച്ചു കളയുകയാണോ. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ലൗ മിത്തവഹു അലൈക മാ സല്ലൈതു അലൈക, ഈ ചരടും കൊണ്ടാണ് നീ മരിക്കുന്നത് എങ്കിലോ നിന്റെ മയ്യത്ത് പോലും ഞാൻ നിസ്കരിക്കൊല്ല. ഈ ചരടും കൊണ്ടാണ് നീ മരിക്കുന്നത് എങ്കിലോ നിന്റെ മയ്യത്ത് പോലും ഞാൻ നിസ്കരിക്കൊല്ല എന്ന് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ മന്ത്രത്തെയല്ല എതിർത്തിട്ടുള്ളത്, മന്ത്രിച്ചു കെട്ടുന്നതിനെയാ. മന്ത്രത്തിന് ഇസ്ലാം എതിരല്ല. എന്നാൽ ഐക്യല്ലായ അലസായി നൂലുകളായി മന്ത്രിച്ചുകൊണ്ട് കെട്ടുന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. 10ഓളം വരുന്ന ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ 9 പേർക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ കൈ കൊടുക്കുകയാണ്. 10ൽ 9 പേരെയും അള്ളാഹുവിന്റെ പ്രവാചകൻ കൈ കൊടുക്കുമ്പോ ഒരാളുടെ മുന്നിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൈ പുറകോട്ട് വലിക്കുകയാണ്. കാരണം എന്ത്? അവന്റെ കയ്യിൽ ചരടുണ്ടായിരുന്നു, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അജ്മീരിന്റെ ഏർവാടിയുടെ നാഗൂരിന്റെ മുത്തുപേട്ടയുടെ പേര് പറഞ്ഞുകൊണ്ട് പല വർണ്ണങ്ങളിലുള്ള ചരടുകൾ ഇതാ കൈകളുടെ മേലെ ചാർത്തിക്കൊണ്ട് അതിന്റെ മേലെ നടക്കുന്ന ആളുകള്
അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയുടെ വാക്ക് കണ്ടോ? ഈ ചരട് കൊണ്ടാണ് നീ ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിലോ നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൊല്ല, നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൊല്ല. പ്രിയമുള്ളവരെ, മന്ത്രത്തെയല്ല മന്ത്രിച്ച് കെട്ടുന്നതിനെയാണ് എതിർത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ അവിടെ വേദന കഠിനമായി വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് മുഅവ്വിദത്തൈനി സൂറത്തുകൾ ഓതിയിട്ടോ അവിടത്തെ ശരീരം ഇങ്ങനെ തടവാറുണ്ടായിരുന്നു. ഇനി പ്രിയമുള്ളവരെ, റസൂലുള്ള വിട പറയുന്നതിന്റെ വെറും 5 ദിവസം മുമ്പാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ മദീനയിൽപ്പെട്ട അൻസാറുകളായ സ്വഹാബത്തിന്റെ മജ്ലിസിലൂടെ നടന്നു പോകുമ്പോ ആ സ്വഹാബികൾ ഇരുന്ന് കരയുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുകയാ, എത്ര ദിവസമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസ് ഉണ്ടായിട്ടോ, എത്ര ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ക്ലാസ് കേട്ടിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞു പോയത് എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നിട്ടോ അവിടുന്ന് പ്രവാചകനോട് പറയുന്നു, നബിയേ, അങ്ങയുടെ ക്ലാസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ സ്വഹാബത്ത് സങ്കടത്തിലാണ് നബിയേ, അവിടുത്തെ സ്വഹാബത്ത് സങ്കടത്തിലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയാ, നിങ്ങൾ എന്നെ മസ്ജിദുൻ നബവിയിലേക്ക് കൊണ്ടുപോയിരുത്തണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് തലവേദന പോലും സഹിക്കുന്നില്ല. ഒരു തുണി പോലും നനച്ച് റസൂലുള്ളാഹിന്റെ നെറ്റിത്തടങ്ങളിലോട് വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാ. റസൂലുള്ളാഹിനെ കൊണ്ടുപോയി മസ്ജിദുൻ നബവിയിൽ ഇരുത്തുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാ മെമ്പറിനോട് തലചായ്ച്ചിരുന്നുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബാക്കളോട് പറയുകയാ, അഖ്രിജുൽ മുശ്രികീന മിൻ ജസീറത്തിൽ അറബ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ അവസാനത്തെ പ്രഭാഷണമാ ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് പറയുന്ന ഒന്നാമത്തെ വാക്കെന്താണെന്നറിയോ? അത് ശിർക്കിനെതിരെയുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്റെ തീപ്പാറുന്ന വാക്കാ. റസൂലുള്ളാഹി പറയുന്നു, അഖ്രിജുൽ മുശ്രികീന മിൻ ജസീറത്തിൽ അറബ്. ഈ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് മുശ്രിക്കീങ്ങളെ നിങ്ങൾ പുറത്താക്കണേ. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നിങ്ങൾ മുശ്രിക്കീങ്ങളെ പുറത്താക്കണേ. അതാരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്നറിയോ? അത് യഹൂദി നസ്രാണികളെ കുറിച്ചാ. യഹൂദി നസ്രാണികളായ ആളുകളുണ്ടല്ലോ, അവർ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിക്കോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയാ, എന്റെ കാലഘട്ടങ്ങളിൽ അവർ കച്ചവട യാത്രകളായി സംഘങ്ങളായി കടന്നു വരുമ്പോ അവരെ ഞാൻ സ്വീകരിക്കാറുണ്ടായിരുന്നു, അവർക്ക് ഞാൻ ഉപഹാരങ്ങൾ നൽകാറുണ്ട്. അതുപോലെ നിങ്ങളും ചെയ്തോ സ്വഹാബാ. പ്രിയമുള്ളവർ, ഈ വാക്ക് കേൾക്കുമ്പോ ഇസ്ലാമിത അവിടുന്ന് തീവ്രവാദത്തിന് കോപ്പ് കൂട്ടുകയാണോ എന്ന് സംശയിച്ചു പോകുന്ന ആളുകളുണ്ടെങ്കിലോ ഇല്ല ഇല്ല. അള്ളാന്റെ മതം നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ? കുല്ലു കബിദിൻ റത്ബത്തിൻ അജ്റോ. പച്ചക്കറുള്ള ഏതൊന്നിനോടും നിങ്ങൾ ഗുണം ചെയ്യണേ. അവൻ മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ. അള്ളാന്റെ പ്രവാചകന്റെ ഹദീസുകളിലൂടെ പറഞ്ഞില്ലേ, ഒരു നായെക്കുറിച്ച് പോലും പറയുന്നുണ്ട്, ഒരു പൂച്ചയെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. ഒരു പ്രാവിന്റെ കുഞ്ഞിന് കൈകളിലേന്തി വന്ന സ്വഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ല, സ്വഹാബാ, ആ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് അതിന്റെ തള്ളപ്പക്ഷി കരയൂല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കണേ, അത്രപോലും നിങ്ങൾ ഇതാ അന്യായമായ പ്രവൃത്തി അരുത്. ഇസ്ലാമിത തീവ്രവാദത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്നവരാണെന്ന് പറയുന്നവരോട് ഒരു വർഗീയ കലാപത്തിന് ചുക്കാൻ പിടിക്കാ എന്റെ മുസ്ലിമീങ്ങളെ നമ്മൾ നിൽക്കാരെ പാടില്ല. 2-3 ദിവസങ്ങളായി വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിലോട് ഉള്ളാളിന്റെ മണ്ണിൽ
മണ്ണിൽ പോലും കലാപത്തിന് വിത്ത് വിതക്കുന്നു എന്ന് കേൾക്കുമ്പോ നെഞ്ചിടിക്കുന്നത് നമ്മുടെ മനസ്സാ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതാ അരുതേ മുസ്ലിമീങ്ങള്, അരുതേ മുസ്ലിമീങ്ങളെ എന്ന് പഠിപ്പിച്ചതാണെങ്കിലോ അറിയോ നിങ്ങൾക്ക് നമ്മുടെ സഹോദരന്മാരില്ലയോ? ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിന്ന പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ അത് ജൂതന്റെ മയ്യത്തില്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചതെന്താ? അതും ഒരു മനുഷ്യനല്ലേ, അതും ഒരു മനുഷ്യനല്ലേ എന്ന് ചോദിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ ഉമ്മത്തെ എവിടെയാ നമുക്ക് വർഗീയ കലാപമുണ്ടാക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാ? അക്രമം കാണിച്ച ജനതയോട് പോലും അറിയൂലേ നിങ്ങൾക്ക് ശഅബ് അബൂ താലിബിന്റെ താഴ്വരകളിലോട് അല്ലാഹുവിന്റെ പ്രവാചകനെ ഉപരോധിച്ചു പോയ മക്കക്കാരില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനെ ഉപരോധിക്കുകയാണ്. ഒരു തുള്ളി ദാഹജൽ വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത രീതികളിലോട് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല. ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്താ അവർക്കെതിരെ ശക്തമായി തിരിച്ചടിയാണ്. അങ്ങനെ പട്ടിണിയുടെ കൊടുമുടിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെയും സഹാബാക്കള് ഉപരോധിച്ച മക്കക്കാരല്ലേ? അറിയോ സഹാബത്തിന്റെ അവസ്ഥ അറിയോ നിങ്ങൾക്കോ? മൃഗങ്ങളെ പോലെ പച്ചില കാശിക്കേണ്ട അവസ്ഥയുണ്ടായപ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സ്വഹാബാക്കൾ പറഞ്ഞില്ലേ, ഒരൊട്ടകത്തിന്റെ കടിഞ്ഞാട് കിട്ടിയിരുന്നെങ്കിലോ അതെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ എന്നവിടുത്തെ സ്വഹാബത്ത് പറയുമാറോ? ശഅബ് അബൂ താലിബ് താഴ്വരയിലൂടെ ഉപരോധിച്ച ആളുകളാണ്. അതേ പ്രവാചകൻ മദീന ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലോട് അവര് പ്രയാസത്തിലാ, അവർ പട്ടിണിയിലാണെന്നറിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് സങ്കടത്തോടുകൂടെ കരയുകയാ. ആർക്ക് വേണ്ടിയിട്ടാ റസൂലുള്ളാഹിന്റെ കണ്ണുനീരെന്നറിയോ? ആട്ടി ഓടിച്ച ജനതയോടോ, കല്ലെറിഞ്ഞ ജനങ്ങളോടോ, മർദ്ദിച്ചു പോയ ആളുകളോടോ, തീവ്രവാദത്തിന് വകുപ്പില്ല പ്രിയമുള്ളവരെ. മാത്രമല്ല പ്രവാചകനെയും സ്വഹാബത്തിനെയും ഇങ്ങനെ മർദ്ദിച്ചു പോയ ജനതയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കഴുത്തിലോട് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തുമ്പോ അറിയോ നിങ്ങൾക്ക് പ്രവാചകനെയും സഹാബത്തിനെയും ആക്രമിച്ചു പോയ അവസ്ഥകളിലോട് അമ്മാർ ബിൻ യാസിറിന്റെ കുടുംബത്തോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, യാസിർ കുടുംബമേ ക്ഷമിക്കണേ എന്ന് പറയുകയാണ്. കാരണം എന്തറിയോ? ആദ്യമായി ഷഹീദായ യാസിർ കുടുംബത്തിന്റെ വനിതയിൽ ഇസ്മുഹാ സുമയ്യ. സുമയ്യ റളിയല്ലാഹു അൻഹയെ കുന്തം താത്തിയിറക്കി കൊലപ്പെടുത്തുമ്പോ അമ്മാർ ബിൻ യാസിറിനെ ചവിട്ടിത്താഴയിടുമ്പോ ഇങ്ങനെ ഒരുപാട് കൊടിയ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാസിർ കുടുംബമേ ക്ഷമിച്ചാലുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അവര് ചോദിച്ചില്ല, മതാ നസ്റുല്ലാഹി യാ റസൂലല്ലാഹ്, ഇനി എപ്പോഴാ റസൂല്, ഇനി എപ്പോഴാ റസൂല് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക എന്ന് പോലും ചോദിക്കപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലോ ശരീരവാസികളെ ഇരുമ്പ് കൊണ്ട് പഠിപ്പിച്ചില്ലേ മഹാനായ ജന്തൽ റളിയല്ലാഹു അൻഹു? ഇങ്ങനെ ഒരുപാട് ഫതഹായിന്റെ മലഞ്ചെരുവില് ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ മലർത്തിക്കിടത്തി നെഞ്ചിന്റെ മേലെ കരമേറിയ പാറക്കല്ലേറ്റ് വെച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന ബിലാൽ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി അതിശന്ന് പറയുമ്പോ മുഖത്തിലേക്ക് കാർക്കിച്ചു തുപ്പുന്ന കബത്തിന്റെ തുള്ളികളെ കൊണ്ട് പരിഹസിക്കപ്പെടേണ്ടി വരുമ്പോ ആകാശഗോപുരങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞില്ലേ, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചു പോകുമ്പോ ഇങ്ങനെ മർദ്ദിച്ചു പോയ മക്കക്കാരില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതാ മക്ക പിടിച്ചെടുക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ.
അള്ളാന്റെ പ്രവാചകൻ ഇതാ മക്ക പിടിച്ചെടുക്കുന്ന രംഗങ്ങളിലോട് അവരോട് പ്രതികാരം ചെയ്തില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞില്ല, മാപ്പ് മാപ്പ് മാപ്പ്, നിങ്ങൾക്കിതാ അവർക്കിതാ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ. എത്ര കരളായ സ്വഹാബത്തിനെ വെട്ടി നുറുക്കിക്കൊന്നവരാണോ, കരള് ചവച്ചു തുപ്പിയവരാണോ, കണ്ണ് ചോർന്നെടുത്തവരാണ്, വേദനിപ്പിച്ചവരാണോ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയാ, നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകന്റെ ഉമ്മത്ത്. എങ്ങനെയാ നമുക്ക് വർഗീയവാദികളാവാൻ കഴിയുന്നത്? എങ്ങനെയാ തീവ്രവാദികളാവാൻ കഴിയാ? ആ റസൂലുള്ളാഹിന്റെ പാഠം ഉൾക്കൊണ്ടോ? റസൂലുള്ള മക്ക പിടിച്ചെടുക്കുമ്പോ റസൂലിന്റെ മുമ്പിലേക്ക് ഉസ്മാൻ കടന്നു വരികയാണ്. ആരാണ് ഉസ്മാൻ എന്നറിയോ? കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിപ്പുകാരനാണെങ്കിലോ അവിടെ നിന്നാ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പണ്ട് ചോദിച്ചില്ല ഉസ്മാനോട്, ആ കഅബാലയത്തിന്റെ താക്കോല് തരൂ എന്ന് പറഞ്ഞപ്പോ കൊടുക്കാതെ ആട്ടിയോടിച്ച ഉസ്മാൻ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുമ്പോ വിറക്കുന്ന കൈകളോടെ താക്കോല് കൂട്ടിയടിച്ച മണിനാദം കേൾക്കാമായിരുന്നു എന്ന റസൂലുള്ള മാപ്പ് കൊടുത്തില്ലേ? ബദറിന്റെ രണഭൂമിയിൽ ഇതാ ആക്രമിച്ച ആളുകളോട് മാപ്പ് കൊടുത്ത നബിയല്ലേ? ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തെ ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടി വാളെടുക്കാതെ തമ്മിലടിക്കാതെ വിട്ടുവീഴ്ചയുടെ മനസ്ഥിതിയുടെ ഉന്നതയിലേക്ക് നിങ്ങൾ മാറിയോ? എങ്കിലേ റസൂലുള്ളാഹിന്റെ ഉമ്മത്തെന്ന് പറയാ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലേ? ഒരു വർഗീയതയിലേക്ക് നമ്മൾ നീങ്ങാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാഹ് അവസാനത്തെ പ്രസംഗത്തിൽ ശിർക്കിനെതിരെ ഗൗരവമായിട്ട് പറയാം. അല്ലേ? അവരെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറയുമ്പോ അവരോട് ശത്രുതയല്ല, അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അവരെ പുറത്താക്കാൻ റസൂൽ പറഞ്ഞെന്താ? അവർ കച്ചവട യാത്രകളായി വരുമ്പോ സ്വീകരിക്കണം, ഉപഹാരം കൊടുക്കണം, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറയാം. എന്ന് എന്തേ പ്രവാചകൻ അവർക്കെതിരെ തുറന്നടിക്കാനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇന്ന ശിറാറൻ നാസിൽ ലദീന തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഇന്ന ശിറാറൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശർറുള്ള ആളുകൾ ആരാണെന്നറിയോ? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശർറുള്ള ആളുകൾ ആരാ? ഏറ്റവും ശർറുള്ള ആളുകൾ ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റിയവരാണ്. അല്ലദീന തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ നബിമാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റിയവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശർറുള്ള ആളുകൾ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ വഫാത്തിന്റെ രംഗത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശർറുള്ള ആളുകൾ ആരാ? അവരുടെ നബിമാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കിയവർ. അതുകൊണ്ടാണ് അവരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്നുള്ള റസൂൽ പറഞ്ഞ, അവരെ നിങ്ങൾ പുറത്താക്കണം, എന്നാൽ അവർ വരുമ്പോ സ്വീകരിക്കണം, ഉപഹാരം കൊടുക്കണം, സ്ഥിരതാമസം കൊടുക്കണ്ട. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ പ്രിയമുള്ളവരുടെ പ്രവാചകന്റെ ശക്തമായ വാക്കുണ്ടല്ലോ, ഇന്ന ശിറാറൻ നാസ്, ജനങ്ങളിലെ ഷർറുള്ളവർ എന്ന് പറഞ്ഞവരാരാ? നബിമാരുടെ ഖബറുകൾ പോലും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബിമാരുടെ ഖബറുകൾ സുജൂദിന്റെ കേന്ദ്രമാക്കില്ല എന്ന് പറയുമ്പോ അവരെക്കാളും താഴ്ന്നവരല്ലേ ഔലിയാക്കളോ? ഔലിയാക്കളുടെ ഖബർ ഉയർത്താൻ പറ്റോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശക്തമായ വാക്കല്ലേ? നിങ്ങൾ ആലോചിക്കുന്ന ഖബറിനെ ഉയർത്തിവെക്കുന്ന ആളുകളോ ഒന്ന് മരിച്ചു എന്ന് കേട്ടാ അതിന് മേലെ ഖബർ ഉയർത്താൻ തയ്യാറായി നടക്കുന്ന ആളുകളുണ്ടല്ലോ. അറിയാലോ നിങ്ങൾക്കൊരു വാർത്തയെ ഈ കഴിഞ്ഞ 1-ാം തീയതി പ്രിയമുള്ളവരെ കേട്ടപ്പോ ഉള്ള ആള് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോ എന്റെ മനസ്സിൽ ആദ്യം ഓടിയ ചിന്ത എന്താണെന്നറിയോ? എവിടെയാണ് ഇവര് ജാരം വെക്കുക എന്ന. പ്രിയമുള്ളവരെ, അത് വെറുതെ ആലോചിച്ചതല്ല. ഇവിടെ പേരോട് സഖാഫി അടക്കമുള്ള പണ്ഡിതന്മാര് പ്രസംഗിക്കുകയാണോ? ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളില് ഏറ്റവും വലിയ ഉള്ള ആള് തങ്ങളാ. ഒരുപാട് രോഗം മാറ്റിയ മഹാനാ.
അല്ല അങ്ങനെ രോഗം മാറ്റിയ ആളാണ്, രോഗം വന്ന് ദുആ ചെയ്യിപ്പിക്കുമ്പോ ക്യാൻസർ മാറ്റിക്കൊടുക്കുന്ന ആളാണ്. പ്രിയമുള്ളവരെ, കൊണ്ടുവന്ന് പയ്യന്നൂര് ഭാഗത്ത് അദ്ദേഹത്തിന്റെ ജനാസ മറമാടുമ്പോ ലക്ഷ്യമെന്താണെന്നറിയോ? സമീപത്ത് പ്രസിദ്ധമായ ജാറമില്ല, സമീപത്ത് പ്രസിദ്ധമായ ജാറമില്ല. അങ്ങനെ ജാറക്കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളുണ്ടെങ്കിലോ ഖബർ ഉയർത്തല്ല എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാക്കുണ്ടല്ലോ. സ്വഹീഹ് മുസ്ലിം 969 970 ഹദീസുകളിലോട് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുദസ്സൽ ഖബർ വഅയ്യഖൂദ അലൈഹി വഅയ്യബന അലൈഹി. ഖബർ ഉയർത്തുന്നതിനെയും അതിന്റെ മേലെ സിമന്റ് ഇടുന്നതിനെയും അതിന്റെ മേലെ ഇരിക്കുന്നതിനെയും അല്ലാഹുവിന്റെ പ്രവാചകൻ വിരോധിക്കുകയാണ്. 970 ഹദീസിലോട് അബുൽ ഹയ്യാദുൽ അസദി എന്ന് പറയുന്ന സ്വഹാബിയാണ് ഉദ്ധരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത വസിയത്തുണ്ടല്ലോ, അലി റളിയല്ലാഹു അൻഹു എന്നെയും ഉപദേശിക്കുകയാണ്. അല്ലാ തദഅ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സവൈതഹു. ഉയർച്ചയുള്ളതായ ഖബറുകള് തച്ചു തകർത്തിട്ടില്ലാതെ വിട്ടേച്ചു പോകല്ല എന്നല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ മുസന്നഫ് അബ്ദുർ റസാഖ് ഈ ഹദീസ് ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പറഞ്ഞില്ലോ യഅനി ഖുബൂറൽ മുസ്ലിമീൻ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളുടെ ഖബറാ. അതുപോലെ ഷാഫി ഇമാമിന്റെ കിതാബുൽ ഉമ്മില് 424 പേജിലൂടെ ഷാഫി ഇമാം പറഞ്ഞില്ലോ വഉഹിബ്ബു അല്ലാ യബ്നി വലാ യുജസ്സസ. ഖബർ ഉയർത്താതിരിക്കലും അതിന്റെ മേലെ സിമന്റ് ഇടാതിരിക്കലുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഫഇന്നഹു യശ്ബഹു സീനത വൽ ഖൈല, അത് ആഡംബരത്തോടും അലങ്കാരത്തോടും സാദൃശ്യമാകുന്നതാണ്. വലൈസൽ മൗതു മൗളിഉ വാഹിദും മിൻഹുമാ, മരണമെന്ന് പറഞ്ഞ ഇതിനെ പറ്റിയതായ സന്ദർഭമല്ല, അതുകൊണ്ട് ഉയർത്താതിരിക്കലാണ് എനിക്കിഷ്ടമെന്ന് ഷാഫി ഇമാം പറയുമ്പോ നമ്മുടെ ഉസ്താദുമാര് ജനങ്ങളോട് പറയും, ജനങ്ങള് ഷാഫി ഇമാം പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്നറിയോ? അത് സാധാരണക്കാരന്റെ ഖബറുകളെ കുറിച്ചാ, ഔലിയാക്കളുടെ ഖബറുകളല്ല, മഹാന്മാരുടെ ഖബറുകളല്ല, സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന ആളുകളോട് അതിന്റെ താഴെ ഷാഫി ഇമാം പറയാ ഉയർത്തണ്ട എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? വലം അറാ ഖുബൂറൽ മുഹാജിരീന വൽ അൻസ്വാറ മുജസ്സസാ. മുഹാജിറുകളുടെയോ അൻസാരികളുടെയോ ഖബറുകളോ സിമന്റിടപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ചോദിക്കട്ടെ, മുഹാജിറുകൾ സാധാരണക്കാരാണോ? അൻസാറുകൾ സാധാരണക്കാരാണോ? ഔലിയാക്കളുടെ നേതാക്കന്മാരല്ലേ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. നന്മയിലേക്ക് മുമ്പേ കടന്നു വന്നവർ, അല്ലാഹു തെറ്റിപ്പെട്ടവർ, അല്ലാഹു അവരെയും തെറ്റിപ്പെട്ടവരെന്ന് പറഞ്ഞ പ്രഗൽഭരായ സ്വഹാബത്തിലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഅദുൻ സഈദുൻ സുബൈറുൻ തുൽഹാതു അബി ഉബൈദതു അബിനിഉ ഫിന്നാശീരിൽ കറമി. അള്ളാന്റെ പ്രവാചകന്റെ നാവ് കൊണ്ട് സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളോ സാധാരണക്കാരാണോ? ഉഹുദിന്റെ രണഭൂമിയിലെ ഷഹീദ് സയ്യിദി ശുഹദാ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരനാണോ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സാധാരണക്കാരാണോ? പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇതാ സ്വഹാബത്തിന്റെ പട്ടിക നീണ്ടു കിടക്കുമ്പോ അവരുടെ ആരുടെയും
ആരെയും ഖബർ ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാം പറയാ ഉയർത്താതിരിക്കലാണ് എനിക്കിഷ്ടമെന്ന. അസ്സവാദിറൻ ഇക്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബിലോ ഇബ്നു ഹദറദ 149-ാമത്തെ പേജിലൂടെ പറയാ വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ, അതിനെ പൊളിച്ചു കളയാ നിങ്ങൾ ധൃതി കാണിക്കണേ. വഹദ്മിൽ ഖിബാബില്ലതീ അലൽ ഖുബൂർ, ഖബറിന്റെ മേലെയുള്ള കുബ്ബകളാണെങ്കിലോ അതിനെയും നിങ്ങൾ പൊളിച്ചു കളയണേ. ഇത് ഹിയ അലറു മിൻ മസ്ജിദുൽ ദിറാർ, അത് മസ്ജിദുൽ ദിറാറിനെക്കാളും അപകടമാണ്. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ നശിപ്പിക്കാ ജൂതന്മാരെ പഠിച്ചുണ്ടാക്കിയ മസ്ജിദുൽ ദിറാറിനെക്കാളും ഏറ്റവും അപകടം നിറഞ്ഞത് ഏതാ? ഖബറിന്റെ മേലുള്ള കുബ്ബകളാണെന്ന് ഇതാ ഷാഫി മദ്ഹബിലോട് പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് ഖബർ ഉയർത്തല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഇതാ അവസാനത്തെ പ്രസംഗത്തിലോട് ജൂതന്മാർക്കെതിരെ ശാപം പറയുമ്പോ പ്രിയമുള്ളവരെയും ഉയർത്തിവെച്ച ഖബറുകളുടെ അവസ്ഥ എന്താ? അവിടെ പോയി നിലവിളി